നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ഒരു വാട്ടർഫാൾ കാണാനാണ്. വെനിയ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾ കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഐലൻഡ് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് നല്ലൊരു പാലം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എൻട്രൻസ് ഫീ ഒക്കെ കുറച്ച് കത്തിയാണ് കേട്ടോ. 200 രൂപ പാർക്കിംഗ് ഫീയും 100 രൂപ എൻട്രൻസ് ഫീ ആണ്. ഇവിടെ ഒരു വാട്ടർഫാൾ ഇതെല്ലാം കൂടെ കാണാൻ വന്ന കേട്ടോ. ഒടുക്കത്തെ പൈസയാണ്, മരണ പൈസ. പാർക്കിംഗ് തന്നെ 200 രൂപ. വൻ കൊള്ളയാട്ടാ. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. ഭയങ്കര ടിക്കറ്റാണ്. ഇവിടെ ഈ നാട്ടിൽ എന്താ പറയുക, ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് കാണാൻ സ്ഥലങ്ങളുണ്ട്. 200 രൂപ പാർക്കിങ്, 200 രൂപ ആൾക്കാർക്ക്. കൊല പൈസ എന്താ പോന്നു. എൻട്രൻസ് ഫീ ഒക്കെ കുറച്ച് കത്തിയാണെങ്കിലും വാട്ടർഫാൾ കൊള്ളായിരുന്നു കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയത്ത് നമ്മൾ പോയത്. നല്ല റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെള്ളമുള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല കേട്ടോ. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. എന്നാലും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. മലകളൊക്കെ അത്യാവശ്യം പച്ചപ്പൊക്കെ പിടിച്ച് നല്ല നല്ല ഭംഗിയുണ്ട്. അടിപൊളി വാട്ടർഫാൾ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല നല്ല ഡെപ്ത് ഉണ്ട്. മുകളിൽ നിന്ന് വരുന്ന തന്നെ നല്ല ശക്തിയിലാണ് വരുന്നത്. അടിപൊളി. ഇവിടെ വന്നാൽ ഒരു കുളിയും കൂടെ നടക്കും. ഫുള്ള് തെറിച്ചിട്ട് കുളിയും കൂടെ നടക്കും കേട്ടോ. നമ്മൾ ആതിരപ്പള്ളിയിൽ പോയ അവസ്ഥയാണ്. ഈ ഒരു വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മര്യാദക്ക് കാണാൻ പറ്റും കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മര്യാദക്ക് പോയി ഇരുന്ന് കാണാൻ പറ്റും. നമുക്ക് താഴോട്ടൊന്നും ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇവിടം വരെ പോകാൻ പറ്റും കേട്ടോ. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു പുക പോകുന്ന പോലെ ഇല്ലേ, ശരിക്കും കാണുമ്പോൾ അത്രയ്ക്കും നല്ല ഇതുണ്ട്. അതുപോലെ ഇതാ നല്ല റെയിൻബോ എല്ലാം കാണാൻ പറ്റി ഇവിടെ. ഈ ഒരു വാട്ടർഫാളിലേക്കുള്ള വെള്ളത്തിൻ്റെ നേരെ ക്രോസ് ആയിട്ട് കേട്ടോ ഈ ഒരു പാലം പണിതിട്ടുള്ളത്. മഴക്കാലത്ത് ഇതൊക്കെ നല്ലോണം ക്രോസ് ചെയ്യായിരിക്കും. ശരിക്കും വെള്ളം നല്ലോണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ഐലൻഡിലേക്ക് ട്രക്ക് ചെയ്യാം. ട്രക്ക് ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും കേട്ടോ. ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് 2 മണിക്കൂർ പോയാലും സമയം എടുത്തില്ല. വണ്ടി കൊണ്ട് പോകാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല വഴി കേട്ടോ, ഫുൾ കാട്ട് വഴിയാണ്. ഈ കാട്ടിൽ കൂടെ വേണം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാൻ കേട്ടോ. അടിപൊളിയായിരിക്കും. പക്ഷേ ടൈമില്ല. 9 മണി കഴിഞ്ഞു. എനിക്ക് 10 മണിയാകുമ്പോൾ വർക്ക് കിടക്കണം. അതുകൊണ്ട് നമ്മൾ വണ്ടിയും കൊണ്ട് വേറൊരു റൂട്ട് പിടിച്ച് നോക്കട്ടെ കേട്ടോ. പോകുന്ന വഴിയിൽ ആദ്യമായിട്ട് എനിക്ക് പഞ്ചർ കിട്ടിയിട്ടാ. എന്താ പറയുക, ആദ്യമായിട്ട് പഞ്ചറും കിട്ടി. ആകെ സൈഡായി പോയി. അതുകൊണ്ട് എന്തായാലും അന്ന് പോക്ക് നടന്നില്ല. എന്തായാലും അടുത്ത ദിവസം നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ ടയർ ഊരാണ്ടൊന്നും അവരൊന്നുമില്ല. അവർക്ക് ടൂളും ഇല്ല, ഒന്നുമില്ല. ഒടുവിൽ ഞാൻ ഊരിക്കൊടുത്ത് പഞ്ചറിൽ ഒട്ടിച്ചിട്ടാ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.